ടേസ്റ്റിക്വീൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ബേക്കിംഗ് പൗഡറും സോഡാ പൗഡറും ഒന്നും വേണ്ട. ജസ്റ്റ് മൈദയും പഞ്ചസാരയും മുട്ടയും മാത്രം വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാം. പിന്നെ ഞാൻ ഇത് ഇവിടെ കാണിച്ചിട്ടുള്ള ഓവനിൽ വെച്ചിട്ടാണ്. ഓവൻ ഇല്ലാത്തവർക്കും ഉണ്ടാക്കാൻ പെട്ടെന്നായിട്ട് സോസ് പാനിലോ പിന്നെ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞങ്ങൾക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള മിൽക്ക് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ബട്ടർ ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ തന്നെ കുറച്ച് മൈദ ഇങ്ങനെ ഒന്ന് തൂക്കി കൊടുക്കണം. ആറ് മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഞാൻ. അതൊന്ന് നല്ലോണം കുറച്ച് ബീറ്റ് ചെയ്യണം ഞങ്ങൾക്ക്. അതിനുശേഷം കുറച്ച് ഒരു ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അരക്കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയാണ്, അത് അതിലേക്ക് തട്ടിക്കൊടുക്കാം. പൊടിച്ചത് തന്നെ ആയിരിക്കണേ, എന്നാൽ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. പൊടിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ പൊടിച്ചാൽ പെട്ടെന്ന് തന്നെ മെൽട്ടായി കിട്ടും. പെട്ടെന്നായി കിട്ടും. എന്നിട്ട് ഒന്നും കൂടി നല്ലോണം ബീറ്റ് ചെയ്യണം. പിന്നെ നല്ല ഫ്ലഫി ആവുന്നത് വരെ. അതിനിടയിൽ വെനീല എസൻസ് അത് ഇടണം, അല്ലെങ്കിൽ മുട്ടൻ്റെ സ്മെല്ല് വല്ലാണ്ട് ഇതാവും. അപ്പം കുറച്ച് ഞങ്ങൾക്ക് വെനീല എസൻസ് ഇടാം. ഇപ്പം എൻ്റെ അടുത്ത് വെനീല പൗഡറാണുള്ളത്. അടുത്ത് എന്താ ഉള്ളത് അതെടുത്തിടാം. അതിനുശേഷം നല്ലോണം ബീറ്റ് ചെയ്ത് മുട്ട നല്ലോണം പൊങ്ങി വരണം. അതായിക്കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. എന്തായാലും നല്ലോണം ബീറ്റ് ചെയ്യണേ, അല്ലെങ്കിൽ കേക്ക് അങ്ങ് ഇതായി വരില്ല. വെച്ച് ബേക്കിംഗ് പൗഡർ സോഡ പൗഡറൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് തന്നെ ഇങ്ങനെ നല്ല ഇതായിട്ട് ഫ്ലഫി ആയിട്ട് ആക്കി വെച്ചത്. ഇനി അതിലേക്ക് ഞങ്ങൾക്ക് ഞാൻ അരക്കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ചായിട്ട് ഇതിലിട്ടിട്ട് ഞങ്ങൾക്ക് മിക്സ് ചെയ്യാം. മൈദ ഇട്ടതിന് ശേഷം ബീറ്റ് ചെയ്യരുത് കേട്ടോ, മെല്ലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇതിനെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചായി ചേർത്തിട്ട് മെല്ലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. നല്ല ഇതായിട്ട് ഫോൾഡ് ചെയ്ത് ഇത് നല്ല ഞാൻ മിക്സാക്കി വെച്ചിട്ടുണ്ട്. കണ്ട നല്ല റിബൺ പോലെ ഇതാകുന്നുണ്ടോ. പിന്നെ അതിൽ ഞാൻ സാഫ്രോണ് പാല് കുറച്ച് ഇതാക്കി വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും സാഫ്രോണിൻ്റെ പാല് വെച്ച് കൊടുത്താൽ, അതിൻ്റെ ടേസ്റ്റ് വരും സാഫ്രോണിൻ്റെ. എന്നിട്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മെല്ലെ ഒന്ന് ടാപ്പ് ചെയ്യാം. മെല്ലെ ചെയ്താൽ മതി. ഓക്കെ. ഇനി 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 20 to 25 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം മിൽക്ക് കേക്കിൻ്റെ മുകളിൽ വയ്ക്കാൻ ഞാൻ ഒരു സോസ് ആക്കുന്നുണ്ട്. പിന്നെ സാഫ്രോൺ മിൽക്ക് കേക്ക് ആണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കേക്കിൻ്റെ മുകളിൽ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സോസാണ്. 1 കപ്പ് മിൽക്ക്, പാല്, ചൂടാക്കാത്ത നേരിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാല് തന്നെയാണിത്. അതുപോലെ തന്നെ അരക്കപ്പ് കണ്ടൻസ് മിൽക്ക്, അരക്കപ്പോ 1/4 കപ്പോ ഉപയോഗിക്കാം. ഒരാൾ മധുരത്തിൻ്റെ ഇതുപോലെ. കൂടുതൽ മധുരമായ ഞങ്ങൾക്ക് കഴിക്കാൻ മടുപ്പ് വരും, അപ്പോൾ കണക്കിനുള്ള മധുരം ഇട്ടാൽ മതി. ഓക്കെ. അത് അരക്കപ്പ് ഇട്ട് അതിന് ശേഷം ഇവാപ്രേറ്റ് മിൽക്കില്ലേ റെയിൻബോൻ്റെ, അത് 160 ml ഞാൻ എടുത്തിട്ടുള്ളത്. ഉള്ളത് തേച്ചിന് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം കേക്ക് ബേക്കാവുന്ന സമയത്ത്. അപ്പം നല്ലോണം മിക്സ് ചെയ്ത്, നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കണ്ടൻസ് മിൽക്ക് 1/4 കപ്പോ അല്ലെങ്കിൽ 1 കപ്പോ ഉപയോഗിക്കാം. എനിക്കിപ്പോൾ ഇത്രയും മധുരം വേണ്ടു. ഇത് മിക്സ് ചെയ്തിട്ട് ഞങ്ങൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇതെടുത്ത് കുത്തി നോക്കിയാൽ, ടൂത്ത് പിക്ക് എടുത്ത് കുത്തി നോക്കിയാൽ ക്ലീനാന്ന് ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഇത് ഫുള്ളും ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കാം. ഞങ്ങൾ ആക്കി വെച്ച മിൽക്കിൻ്റെ സോസ് ഇല്ലേ, അത് ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് ചൂടോട് തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പം ഫുള്ളായിട്ട് ഇങ്ങനെ ഹോൾ ചെയ്ത് കൊടുക്കാം. അപ്പം അകത്തൊക്കെ പോയിട്ട് നല്ല സോഫ്റ്റ് ഉണ്ടാവും. ചൂടോടെ തന്നെ ചെയ്ത് കൊടുക്കണം. എല്ലാടി ഹോൾ ഇട്ട് കൊടുത്തേക്കെ. നല്ല സോഫ്റ്റ് ഉണ്ട് കേക്ക്. അപ്പം ഇതാ സോസ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. അതിങ്ങനെ എല്ലാടിയായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി.
അത് എടുക്കുന്ന മുന്നേ ഒന്ന് എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്യണേ. എന്ന് വെച്ചാൽ കണ്ടൻസ് മിൽക്കൊക്കെ അടിയിൽ പോയി നിന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഫുള്ളായിട്ട് ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് അതിനൊന്ന് ഗാർണിഷ് ചെയ്തിട്ട് കാണാം. ഓക്കെ, ഇത് കേക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ മോൾക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുക. അവളതെല്ലാം ഫേവറേറ്റാണ് ഇത്. സോസെല്ലാം വെച്ചാൽ നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റ് ഉണ്ട്. ഞാൻ അവളെ വായിലിട്ട് കൊടുക്കുക എന്ന് ഞാനല്ലേ ടേസ്റ്റ് ചെയ്യുന്നത് കാണല്. അപ്പം നോക്കാം, അവളോട് ചോദിച്ചു നോക്കാം എനിക്ക് അഭിപ്രായം. പത്തിന് നമ്മൾ കേക്കിനെ പറ്റിയെന്ന് പറഞ്ഞാട്ടെ. എങ്ങനെയുണ്ട്? ഇഷ്ടായിനാ? എല്ലാരോടും ഉണ്ടാക്കാൻ പറ. നല്ല സോഫ്റ്റ് ഉണ്ടല്ലേ, എമ്മി. അപ്പം ഇതാ എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം, ഈസിയാന്ന് ഉണ്ടാക്കാൻ. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവരും ഉണ്ടാക്കും വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.